ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുകയാണ്. 98,425 ഭക്തർ ഇന്നലെ ദർശനം നടത്തി. മരക്കൂട്ടം മുതൽ മണിക്കൂറുകളോളം വരി നിന്നിട്ടാണ് ഭക്തർ ദർശനം നടത്തുന്നത്. വരും ദിവസങ്ങളിലും തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വിലയിരുത്തുന്നുണ്ട്. മിഥുൻ മുരളി സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരീശ സന്നിധിയിലേക്ക് നിലയ്ക്കാത്ത ഭക്തജന പ്രവാഹമാണ്. മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്ന ഡിസംബർ 30 മുതൽ എല്ലാ മണിക്കൂറുകളും മുഴുവൻ സമയവും ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് സന്നിധാനം. നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടത്തിൽ നിന്നും ബാച്ചുകളായി തിരിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായാണ് ഭക്തജനങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ മണിക്കൂറുകളോളം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്നലെയുമൊക്കെ മണിക്കൂറുകളോളമാണ് മരക്കൂട്ടം, ശബരിപീഠം, ശരംകുത്തി എന്നിവ പിന്നിട്ട് നടപ്പന്തൽ വരെ ഭക്തജനങ്ങൾ എത്തിയത്. നിലയ്ക്കലിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലയ്ക്കലിൽ നിന്നും നിയന്ത്രണങ്ങളോടുകൂടി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ച് നൽകിക്കൊണ്ട് ഭക്തരെ പമ്പയിലേക്ക് കടത്തിവിടുന്നത്. പിന്നീട് പമ്പയിൽ നിന്ന് മല കയറിയെത്തുമ്പോഴും വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പ്രധാനം മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിലാണ് ഭക്തർക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉള്ളത്. കാനനപാതയിലൂടെയും ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. മണ്ഡലകാലത്ത് കാനനപാതയിലൂടെ ഇത്തവണ വലിയ വർധനമാണ് ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായതെങ്കിൽ മകരവിളക്ക് തീർത്ഥാടന കാലത്തും ഇത് ആവർത്തിക്കുകയാണ്. കൂടുതൽ ഭക്തർ പുല്ലുമേട് സത്രം പാതയിലൂടെയും എരുമേലി അഴുതക്കടവ് പാതയിലൂടെയും സന്നിധാനത്തേക്ക് എത്തുന്നു. ഇന്നലെ വരെ 3.5 ലക്ഷത്തിന് മുകളിൽ ഭക്തർ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം ദർശനം നടത്തിയിട്ടുണ്ട്. കുഞ്ഞയ്യപ്പന്മാർ കൂടുതലായി എത്തുന്നു. കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ധാരാളമായി എത്തുന്ന ദിവസമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. കുഞ്ഞ് നിഷ്കളങ്ക ഭക്തിയോടുകൂടി സന്നിധാനത്തേക്ക് അയ്യപ്പ സന്നിധിയിലേക്ക് ഇനിയെത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞ് മാളികപ്പുറത്തിന്റെ കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കൂട്ടത്തിൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്ന സസൂക്ഷ്മം ഒരു വിലയിരുത്തൽ എത്തിപ്പെടാവുന്നതാണ്. കാരണം ഈ ദിവസങ്ങളിൽ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം ചില മണിക്കൂറുകളിൽ മലയാളികൾക്കൊപ്പം ചിലപ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന വിധം അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയുള്ള ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഈ ഡിസംബർ 30 നട തുറന്നതിന് ശേഷമുള്ള ദിവസങ്ങളിൽ എല്ലാം ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളിൽ സസൂക്ഷ്മം ഒരു വിലയിരുത്തൽ നടത്തിയാൽ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താഴെ നടപ്പന്തലിലും സമാനമായി തന്നെ മലയാളികളെക്കാൾ കൂടുതൽ അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ നടപ്പന്തലിലും മറ്റും കാത്തു നിൽക്കുന്നുണ്ട്. സന്നിധാനത്തെ മുഴുവൻ മണിക്കൂറും ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ സന്നിധാനത്തെ ഹരിവരാസനം പാടി നട അടച്ചതിന് ശേഷം വിവിധ ഇടങ്ങളിൽ വിശ്രമിക്കുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ദർശനം പൂർത്തിയാക്കി മല ഇറങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള ഭാഗം, മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പരിസരം, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വിശ്രമിക്കുന്ന ഭക്തരുടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എത്രയും വേഗം ദർശനം പൂർത്തിയാക്കിയവർ സന്നിധാനത്ത് തമ്പടിക്കാതെ മലയിറങ്ങണമെന്നുള്ള അനൗൺസ്മെന്റും സന്നിധാനത്ത് നിന്ന് മുഴങ്ങുന്നുണ്ട്. എന്തായാലും ദർശനം കഴിഞ്ഞ ഭക്തരുടെയും ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെയും എല്ലാം വലിയ തിരക്ക് ഭക്തജന സഞ്ചയമായി മാറിയിരിക്കുകയാണ്. ഭക്തജന നിബിഡമാണ് സന്നിധാനത്തെ വിവിധ മേഖലകൾ ഈ മണിക്കൂറുകളിൽ എല്ലാം. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം മിഥുൻ മുരളി.